ഹായ് ഗൈസ്, ഞാനും സുധാകരനും റെഡ് സ്ട്രീറ്റിൽ വരെ പോവാ. ഇനിയിപ്പൊ ഈ പ്രായത്തിൽ എയ്ഡ്സ് വന്ന് ചത്താലും ഒരു കുഴപ്പമില്ല. നീ ഏതുവരെ പഠിച്ചു? +2 വരെ. നിനക്ക് ഹിസ്റ്ററിയെ പറ്റി എന്തറിയാം? ഞാൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയും. ഹലോ ടീച്ചറെ, എന്നെ മനസ്സിലായോ? മോനെ മനസ്സിലായില്ലല്ലോ. ഞാൻ ടീച്ചറിന്റെ 10ലെ സ്റ്റുഡന്റ് ആയിരുന്നു. ആണോ? കൊറേ വർഷമായില്ലേ, ഒന്നും ഓർമ്മയില്ല, മറന്നുപോയതാ മോനെ. ടീച്ചർ ഉച്ചയ്ക്ക് ചോറെടുക്കാൻ മറന്നില്ലല്ലോ അല്ലേ? പഞ്ചസാര ഫ്രീ കിട്ടിയില്ലല്ലോ. എന്തിനു മോൻ? ഇതില് ഷുഗർ ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ ചേട്ടാ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഞാൻ തോൽക്കും. ന്യൂട്ട ഇങ്ങനെ കണ്ടുപിടുത്തെന്ന് പറഞ്ഞ് നടക്കാതെ പോയി വല്ല എക്സാം എഴുതി ജോലി പഠിക്കാൻ നോക്ക്. മൂട് പോയി. കുട്ടികളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ലീവാണ്. നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കോളൂ. ഊമ്പിക്കോ, കളിയൊന്നുമില്ല. ബുക്ക് എടുക്കണ പിള്ളേരെ, നമുക്ക് കുറച്ച് കണക്കുപാഠം തീർക്കാനുണ്ട്. ബാവൂട്ടിന്റെ മോൾ ആയിഷയല്ലേ? എന്താ ഇവിടെ നിക്കണേ? ഒരേല് പോവി. ആയിഷാന്റെ ഗോതം ഒന്ന് പോയാടാ കാബർക്ക്. മീൻകറിക്ക് എന്ത് പറ്റി? ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ പ്രിയയാണ്. മീൻ നന്നായി കഴുകണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കംഫർട്ട് ഇട്ട് കഴുകി. അമിതമായി മദ്യപിക്കുന്ന യുവജനതയോട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? സോഡ ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ഐസ് ഇട്ട്. തുടച്ചു വൃത്തിയാക്കിയിട്ട തറ ഉണങ്ങുന്നതിന് മുന്നേ ചവിട്ടിയതിന് ഭാര്യ ഭർത്താവിനെ അടിച്ചു കൊന്നു. സ്ത്രീയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? ഇല്ല, തറ ഉണങ്ങിയതിന് ശേഷം അകത്തേക്ക് കയറാനാണ് പ്ലാൻ. ആന്റി, ലവ് മാരേജിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെ, സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അത് മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ മാത്രം. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായില്ലേ മോളെ? വിശേഷമൊന്നും ആയില്ലേ? അമ്മച്ചിക്ക് നല്ല പ്രായമുണ്ടല്ലോ, ഇതുവരെ ചത്തില്ലേ? ഗൈസ്, ഞാൻ വാസ്കോ ഡ ഗാമ പോർച്ചുഗലിൽ നിന്ന് വന്നതാണ്. അവിടെ ദൂരത്ത് കുറച്ച് ആനകളെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, തൃശ്ശൂരാണെന്ന് തോന്നുന്നു. ഹലോ കേരള, ഞാൻ എത്തി. ഇവിടെ കോഴിക്കോട് കാപ്പാട് ഇറങ്ങിയിട്ട് തൃശ്ശൂരല്ല എത്തിയത്. കുഴപ്പമില്ല, ഇവിടുത്തെ ആളുകളൊക്കെ നൈസാന്ന് തോന്നുന്നു. ഒരിക്കൽ വന്ന് പൊറോട്ടയും ഇറച്ചിയും വാങ്ങി തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. A few moments later. റഷീദിക്ക ചതിച്ചു ഗൈസ്. ഇക്കയ്ക്ക് വേണ്ടത് മറ്റേതാ. എന്റെ പറങ്ങി മുത്തപ്പ കാത്തോളണേ. മനുഷ്യനല്ലേ പുള്ളേ. ഹലോ ഗൈസ്, ന്യൂട്ടൺ ആണ്. ഞാനേ ഓരോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കുറെ ആലോചിച്ച് ആകെ തല പൊണ്ണാക്കായി നിൽക്കുക ഗൈസ്. അയ്യോ, തല പൊളിഞ്ഞു ഗൈസ്. യെസ്, ഐഡിയ കിട്ടി ഗൈസ്. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗ്രാവിറ്റി എന്നൊരു സാധനം കണ്ടെത്തി ഗൈസ്. പക്ഷെ ഞാൻ എല്ലാം കത്തിച്ച കളയാം. ഇല്ല, ഇനി ജനിക്കുന്നവന്മാരെ പ്രാക്ക് കേൾക്കേണ്ടി വരും. ചേച്ചി, 9ന്റെ ഷൂസ് ഉണ്ടോ? ഇവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഷൂ മാത്രമേ ഉള്ളൂ മോനെ. ജോലിക്കാരിയെ നോക്കി കിട്ടുന്നില്ല. അവര് നല്ല ക്യാഷാ പറയുന്നത്. എന്ത് ധൈര്യത്തിന്റെ പുറത്താണാവോ അവള് കൂട്ടുകാരെ കൂടെ ഉല്ലസിക്കാൻ പോയെ? നീ വിഷമിക്കാതെ ഇരിക്കടാ, എല്ലാം ശരിയാവും. ഓപ്പ്, ഇത് കഴുകിയിട്ടും കഴിയുന്നില്ലല്ലോ. എന്റെ മോന് മരുമോളോട് പുച്ഛം. വീട്ടുജോലി ഒരു ജോലിയല്ല അത്ര. അപ്പൊ അവനൊന്ന് പഠിക്കട്ടെ. ഞങ്ങള് കറങ്ങാൻ ഇറങ്ങി മക്കളെ. എന്റെ മരുമോളാ മക്കളെ. ഞങ്ങള് ട്രിപ്പിലാ. കാശിന് വേറെ ആളെ വെക്കുമ്പോ മനസ്സിലാവും വീട്ടുപണിയുടെ വില. ചിന്തകൾ മാറാൻ കുടുങ്ങിയ അമ്മൂമ്മയുണ്ട് മക്കളെ. ഇതിനെയൊക്കെ എങ്ങനെയാ വളർത്തുന്നത്? ഇതിന് തീറ്റ കൊടുത്ത് വളർത്തുന്നു. അമ്മേ, അമ്മയ്ക്ക് ഇവനെ പേടിയില്ലേ? ഇവൻ എന്റെ കുട്ടിയാണ്, എന്റെ കൂടെ എന്നും ഉണ്ടാവും. ഇവന്റെ കാലശേഷം അമ്മയെ ആര് നോക്കും? നിന്റെ തന്ത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, സുഖമാണോ? കുറച്ച് സുഖക്കുറവുണ്ട്. കണകുണ ചോദ്യങ്ങൾ ചോദിക്കരുത്. മുമ്പ് ഒരുത്തം വന്നതാ.
കരടിക്കുട്ടൻ എവിടെ കണ്ടില്ലല്ലോ അമ്മ. തെങ്ങിന്റെ തടവെടുക്കാൻ വിട്ടേക്കുക എന്തൊക്കെ അറിയണം. അമ്മേ ഞാൻ പാവുവാ. ഈ കണക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും കളിക്കും. എല്ലാം ഇറങ്ങിപ്പോ. പരീക്ഷയ്ക്ക് തോറ്റ കൊച്ചു മയിലുകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട. നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കും. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഈ റീലും തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് വല്ല പണിക്കും പോടാ അവരാതാമേ. നിന്റെ ഒരു അമ്മാവൻ പറഞ്ഞതായി കിട്ടിയാൽ മതി കേട്ടോ.